अर्पण्यदोषोपगतस्वभावकपृच्छामि धर्मसमूढचेतः यश्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं चादिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗം 21-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് 11-ാമത്തെ ശ്ലോകം തൊട്ട് 20 വരെ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗം ആരംഭിക്കാം. നഖി ദേഹഭൃതാശക്യം തിക്ത്വം കർമ്മണ്യശേഷത യസ്തു കർമ്മഫലത്യാഗി സാ ത്യാഗീത്യഭിധീയതേ അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ഗജ്ജിത് പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥ്വീകതാം വിവിധാംശ പൃഥക്ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം ശരീര വാക് മനോ അഭിര്യത് കർമ്മ പ്രാരഭ്യതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യ കൃതബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവ ബുദ്ധിർ തസ്യ ന ലഭ്യതേ ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തീന നിബധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധാ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസാഖ്യേന യഥാ വശൃണുതാന്യവി സർവഭൂതേഷു യേനൈകം ഭാവവ്യയമീശതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സ്വാത്വികം. 21-ാമത്തെ ശ്ലോകം. പൃഥഗ്ധേനുദു യതജ്ഞാനം നാനാഭാവാൻ പൃഥ്വീഗതാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധിരാജസം. ഇവിടെ ജ്ഞാനത്തെ പറ്റിയാണ്. ത്രിവിധ 3 തരത്തിലുള്ള ജ്ഞാനത്തെപ്പറ്റിയും കർമ്മത്തെപ്പറ്റിയും കർത്താവിനെ പറ്റിയുമാണ് ഇനി ഭഗവാൻ പറയുന്നത്. സത്വരജ തമോ ഗുണങ്ങൾക്ക് അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് 3 തരത്തിലുള്ള ജ്ഞാനമായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഗുണഭേദമനുസരിച്ച് സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മളിൽ പ്രകടമാകുക എന്നാണ് പറയുന്നത്. ജന്മനാൽ തന്നെ നമുക്ക് പൂർവ്വജന്മാർജിതമായ ഒരു ജ്ഞാനം ഉണ്ടാകും. അത് ഇഷ്ടാനിഷ്ടങ്ങളെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും അധിഷ്ഠാനമായിക്കൊണ്ട് പൂർവ്വജന്മാർജിതമായ കുറച്ച് ജ്ഞാനത്തിൻ്റെ 50% നമ്മളിൽ പ്രകടമാകും. അത് സത്വഗുണാത്മകമോ രജഗുണാത്മകമോ താമോ ഗുണാത്മകമായ ഏത് സ്വഭാവത്താലാണോ പൂർവ്വജന്മത്തിൽ ജീവിതം കഴിച്ചത് അതേ സ്വഭാവത്തോടു കൂടിയായിരിക്കും വീണ്ടും അത് ജനിക്കുക. അപ്പൊ സത്വഗുണാത്മകമായ ജ്ഞാനത്തെപ്പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സർവഭൂതേഷു ഏനൈകം ഭാവവ്യമീശതേ അഭിഭക്തം ച വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം എന്ന് പറഞ്ഞു. അതായത് സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത് അനേകത്വത്തിൽ ഏകത്വത്തെയും ഏകത്വത്തെയും അനേകത്വത്തെയും കാണുന്ന എല്ലാ ചരാചരങ്ങളിലും ജഗത്താസകലം വ്യാപിച്ചിരിക്കുന്ന ഒരേ ശക്തിയാണെന്നും അത് തന്നെയാണ് വിവിധ നാമരൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും കാണുന്നത് എന്നുള്ള ബോധത്തെയാണ് എന്ന് അത് തിരിച്ചറിയുന്ന ജ്ഞാനത്തെയാണ് ഇവിടെ സാത്വികം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി പലതായിട്ട് കാണുക. പ്രത്യഗ്ധേനുതി യഥജ്ഞാനം നാനാഭാവാൻ പ്രത്യേകതാം വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധി രാജസം. രാജസജ്ഞാനത്തിന്റെ പ്രത്യേകത എല്ലാം വേറെ വേറെ കാണുക, 2ആയിട്ട് കാണുക. ഞാനും നീയും എൻ്റെയും നിൻ്റെയും വെവ്വേറെയായിട്ടും വിഭിന്നമായിട്ടും ആത്മാക്കൾ ഉണ്ടെന്ന് വേറെ അറിയുന്നത് ഏത് ജ്ഞാനത്താലാണോ ആ ജ്ഞാനം രാജസമാകുന്നു എന്നറിഞ്ഞാലും. അതായത് ദേഹം പ്രതിഭിന്നമായിട്ട് ദേഹം പ്രതി ഭിന്ന ലക്ഷണങ്ങളോടുകൂടി വിവിധ നാമരൂപങ്ങളിൽ കാണുന്നത് അത് അതേപടി തന്നെ വേറെ വേറെ ആയിട്ട് തന്നെ കാണുന്ന ജ്ഞാനത്തെ രജോ ഗുണാത്മകമായ ജ്ഞാനം എന്ന് പറയുന്നു. മനുഷ്യൻ പൊതുവെ രജാ ഗുണാത്മകമായ സ്വഭാവം ഉള്ളത് കൊണ്ട് മനുഷ്യന് പൊതുവെ ഞാൻ നീ എൻ്റെ നിന്റെ എന്നുള്ള ഈ വേർതിരിവ് വരാൻ കാരണം, വിഭാഗീയത ഉണ്ടാകാൻ കാരണം, എത്രയൊക്കെ യോജിപ്പിക്കാൻ ഐക്യമത്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഇവിടെ രജോ ഗുണാത്മകമായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും 2ആയിട്ട്, ഈശ്വരനെ പോലും ഭക്തിയുള്ളവർ പോലും ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന് കരുതുന്നത് തന്നെ ഈ രജോ ഗുണാത്മകമായ സ്വഭാവത്തിന്റെ പ്രത്യേകത. അപ്പൊ ഭക്തിയിൽ തന്നെ 2ആയിട്ട് കാണുന്നു. അപ്പൊ ഭക്തി ഇല്ലാത്ത കാര്യം പറയണ്ടല്ലോ. അപ്പൊ മനുഷ്യന് പൊതുവേ തന്നെ രജോ ഗുണാത്മകമായ മനുഷ്യഗണം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ രജോ ഗുണാത്മകമായ സ്വഭാവമായിരിക്കും അവരുടെ പൊതുവെ ആശ്രയിച്ചിരിക്കുക.
പൂർവജന്മവാസനകളാൽ തന്നെ മനുഷ്യജന്മം കിട്ടുമ്പോൾ തന്നെ രജോ ഗുണമാണ് അധികാരം സ്ഥാപിക്കുക മനുഷ്യനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജ്ഞാനമായിരിക്കും ആദ്യം തന്നെ പ്രകടമാകുക എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത്, തമസിനെയും രജസിനെയും ജയിച്ച് സാത്വികത്തിലേക്ക് എത്തണം. അപ്പോഴേ ഈ വക ഭക്തിമാർഗം പോലും യഥാർത്ഥ ഭക്തിയോഗമാകണമെങ്കിൽ ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും തമോ ഗുണാത്മകവും രജോ ഗുണാത്മകമായ സാത്വികമായിട്ടുള്ള ജ്ഞാനം വെച്ചുകൊണ്ടാണ് ഭക്തിയിൽ കാണിക്കുന്നത്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ അറിവ് അധിഷ്ഠാനമായിട്ട് ഈ സ്വഭാവം അനുസരിച്ചായിരിക്കും. അതാരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സ്വഭാവം ഏത് സ്വഭാവത്താലാണോ ജനിച്ചിരിക്കുന്നത് ആ സ്വഭാവത്താലായിരിക്കും അവർക്ക് ഭക്തി ഉണ്ടാവുക. അത് സാത്വികമാകാം. അവരറിവ് നേടിയാൽ തന്നെ, ആധ്യാത്മിക കാര്യങ്ങൾ അറിവ് നേടിയാൽ തന്നെ സാത്വികമായിട്ടുള്ള അറിവുള്ളവരുണ്ട്, രജോ ഗുണാത്മകമായ അറിവുള്ളവരുണ്ട്, തമോ ഗുണാത്മകമായ അറിവുള്ളവരുണ്ട്. അപ്പൊ തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്. യദ്വ കൃഷ്ണവത് ഏകസ്മിൻ കാര്യേ സക്ത കൈതുകം തത്വാർത്ഥവതൽപഞ്ച തത്താമസമുദാഹൃതം. ഒരേ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ദേഹത്തിൽ പരിപൂർണം എന്ന പോലെ എല്ലാം ഇത് തന്നെ എന്ന പോലെ ഒട്ടിച്ചേർന്നിരിക്കും യുക്തിഹീനവും സങ്കുചിതവുമായ ജ്ഞാനം താമസം എന്ന് പറയപ്പെടുന്നു. അതായത് ദേഹത്തിൽ മാത്രമേ ജീവനുള്ളൂ എന്നും അഥവാ പ്രതിമാദിയിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന തരത്തിലുള്ള യുക്തിഹീനവും സങ്കുചിതവുമായ അറിവ് പിന്നെ ആസ്പദമായ ജ്ഞാനം താമസമാകുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ വിഗ്രഹങ്ങളിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിക്കുന്നതും തൻ്റെ ശരീരം ജീവനും ആയിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇത് സങ്കുചിതമാണെന്നും താൽക്കാലികമാണെന്നും ശരീരം പോകുമ്പോൾ ജീവനും പോകുന്നുവെന്നും അത് തിരിച്ചു വരുന്നില്ല എന്നും ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നതൊക്കെ തമോ ഗുണാത്മകമായ ജ്ഞാനമാണ്. നിരീശ്വരവാദം യുക്തിവാദം ഒക്കെ കാരണം, അതായത് പ്രത്യക്ഷത്തിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് കരുതുന്ന ആ ജ്ഞാനമാണ് ഇവിടെ തമോ ഗുണത്തെ, അവ്യക്ത സ്വരൂപമായിരിക്കുന്ന അങ്ങനെ ഒരു ശക്തിയൊന്നും ഈ പ്രപഞ്ചത്തെ നയിക്കുന്നില്ല എന്ന് കരുതുന്ന ജ്ഞാനം. അതാണ് ഇവിടെ ഈശ്വരനെ പറ്റി ശരിയായ വിധത്തിൽ അറിയാതെ ഇരിക്കുകയും അഥവാ അറിഞ്ഞാൽ തന്നെ ഈശ്വരൻ വേറെ ഇരിക്കുന്നതാണെന്നാൽ അത് വിഗ്രഹങ്ങളിൽ മാത്രമേ ഉള്ളൂ, തന്നിലില്ല എന്ന് വിചാരിക്കുന്നത് അത് തമോ ഗുണാത്മകമായ ജ്ഞാനമാണ്. എന്നാൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ തന്നെ രണ്ടും, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് ചിന്തിക്കുന്നത് രജോ ഗുണാത്മകമായ ജ്ഞാനമാണ്. ഇതുണ്ടെങ്കിൽ തന്നെ പ്രത്യക്ഷത്തിൽ കാണാത്തത് വിശ്വസിക്കാതിരിക്കുക. വിഗ്രഹങ്ങളിൽ പോലും വിശ്വാസമില്ലാത്തവരുണ്ടല്ലോ, അതിലൊന്നും ഈശ്വരൻ ഇല്ല എന്ന് കരുതുന്നവർ. ഈശ്വരൻ ഉണ്ടെങ്കിൽ തന്നെ അത് വിഗ്രഹത്തിൽ മാത്രം ഇരിക്കുന്നതാണ്, തന്നിൽ ഉണ്ടാവില്ല എന്ന് കരുതുന്നതും തമോ ഗുണാത്മകമായ ജ്ഞാനമാണ്. അപ്പോൾ സാത്വിക ജ്ഞാനം എന്താണെന്നും രജോ ഗുണാത്മകമായ ജ്ഞാനം എന്താണെന്നും തമോ ഗുണാത്മകമായ ജ്ഞാനം എന്താണെന്നും ഇവിടെ ഭഗവാൻ പറഞ്ഞു. ഇനി നിയത സംഘരഹിതം വരാഗദേക്ഷിത കൃതം അഫല പ്രോപ്സുന കർമ്മ എത്ത സ്വാത്വികമുച്ചത്. ഇനി കർമ്മത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. 3 തരത്തിലുള്ള കർമ്മം എന്താണ്? സാത്വിക കർമ്മം എന്താണ്? രാജസ കർമ്മം എന്താണ്? താമസകർമ്മം എന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ഫലാപേക്ഷ ഇല്ലാതെ ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ആഗ്രഹമില്ലാതെ ആസക്തനാകാതെയും രാഗദ്വേഷങ്ങൾക്ക് വിവശനാകാതെയും അനുഷ്ഠിക്കപ്പെടുന്ന കർത്തവ്യ കർമ്മത്തെ സാത്വിക കർമ്മം എന്ന് പറയപ്പെടുന്നു. അപ്പൊ സാത്വികമായ കർമ്മം എന്ന് പറയുന്നത് ഫലേച്ഛയില്ലാതെ യജ്ഞഭാവനയോടുകൂടി ആസക്തിയും അഥവാ അത്യാഗ്രഹം ഇല്ലാതെ വികാര വിചാരങ്ങൾക്ക് വശംവദനാകാതെ കൃതകൃത്യമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന കർത്തവ്യ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തർക്കും അവരവരുടെ കർത്തവ്യ കർമ്മം വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ ശരീരത്തിൽ ഇരിക്കുന്ന കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശരീരത്തിലുള്ള എല്ലാ അംഗപ്രത്യങ്ങൾക്കും പ്രത്യേകമായ കർമ്മം വിധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അനുഷ്ഠിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരം പോലും പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതും പരധർമ്മം ചെയ്യാൻ സത്യം. കണ്ണിന്റെ ധർമ്മം ചെവിക്കോ, ചെവിയുടെ ധർമ്മം മൂക്കിനോ, മൂക്കിന്റെ ധർമ്മം നാക്കിനോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ വരെ ഓരോ അംഗപ്രത്യങ്ങളും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളുണ്ടെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും, പക്ഷിമൃഗാദികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ, അവരവരുടെ സ്വഭാവവും കർമ്മവാസന അനുസരിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യ കർമ്മത്തെ യഥാവിധി ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ചുകൊണ്ടായിരിക്കും കിട്ടിയിട്ടുള്ളത്. അത് വ്യത്യസ്തമാകാം. അപ്പൊ ആ കർത്തവ്യ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഫലേച്ഛയൊന്നും കൂടാതെ യജ്ഞഭാവനയോടെ അത് ചെയ്യപ്പെടുന്നു എങ്കിൽ ആ കർമ്മത്തെയാണ്, അത് എന്താണെന്ന് കണ്ടെത്തി കൃത്യം നിയതമായിട്ട് നിത്യവും നൈമിത്യവുമായിട്ട് ചെയ്യേണ്ട വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ കർത്തവ്യ കർമ്മങ്ങളാണ്.
അപ്പം അത് വേണ്ട വിധത്തിൽ നിത്യമായിട്ട് ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ടതുണ്ട്, മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കൽ. അതാണ് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ കൃതകൃത്യമായിട്ട് ചെയ്യുന്ന കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി എന്ന 5 ഗുണങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളെയാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സാത്വികനായിട്ട് മാറിക്കഴിഞ്ഞാൽ സാത്വിക ത്യാഗമനസ്സോടുകൂടി സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ സാത്വിക ജ്ഞാനം നേടണം. ആ സാത്വികതയ്ക്കാണ് ഇവിടെ മോക്ഷത്തിലേക്ക് എത്താനുള്ള ഏകമാർഗം എന്നുകൂടി മനസ്സിലാക്കണം. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ മൂന്നും ഒരേ കർമ്മം എന്താണെന്നും ജ്ഞാനം എന്താണെന്നും 3 വിഭാഗത്തെ പറ്റി, ത്രിഗുണ ഭേദത്തെ പറ്റി പറയുന്നത്. ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞതാണ്, ഇവിടെ ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഗുണത്രയത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് യദ്യു കാമോസ്മുന കർമ്മ അഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായസം രാജസം ഉദാഹൃതം. ഫലം അനുഭവിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടും കർത്തൃത്വ അഭിമാനത്തോടും കൂടിയവനാൽ വളരെ പണിപ്പെട്ട് ചെയ്യപ്പെടുന്ന കർമ്മം രാജസം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഫലം അനുഭവിക്കണം, അതായത് ഫലേച്ഛയോടെ കൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സാത്വികർമ്മമാണ്, രാജസകർമ്മമാണ്. ഫലേച്ഛ ഇല്ലാതെ ചെയ്താൽ അത് സാത്വികർമ്മമാവും. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ തന്റെ കേമത്വം കാണിക്കാനോ ആ രജോ ഗുണാത്മകമായിട്ടുള്ള കർമ്മം ആണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. മനുഷ്യൻ പൊതുവേ രജോ ഗുണ സ്വഭാവമാണ് നമ്മുടെ അധിഷ്ഠാന സ്വഭാവമെങ്കിൽ നമ്മൾ ഈ രജോ ഗുണാത്മകമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ തനിക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്കെന്ത് കിട്ടും എന്നുള്ള ഫലേച്ഛയോടുകൂടി ആയിരിക്കും കർമ്മം ചെയ്യുക. ആ ഫലേച്ഛയോട് കൂടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം രാജസ കർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്ന ഏത് തരം ഫലവും അത് പ്രത്യക്ഷമാകാം പരോക്ഷമാകാം, അത് കർമ്മഫലം തന്നെയാണ്. ധനം, സുഖം, യശസ് ഇത്യാദികളെല്ലാം അതിലേതെങ്കിലും ആസക്തിയോടെ കർത്തൃത്വാഭിമാനത്തോടെ ചെയ്യപ്പെടുന്ന കർമ്മം രാജസമായിരിക്കും. മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മം ഈ രാജസ കർമ്മത്തിലായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഈശ്വര ഭക്തി പോലും ഈ രാജസ കർമ്മത്തിന്റെ ഭാവിയിൽ ഭക്തിയോഗം എന്ന് പറയില്ലേ, ഭക്തിക്ക് ഉതകുന്ന സാധനാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ജപതപാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ രജോ ഗുണാത്മകമായ കർമ്മത്തിലായിരിക്കും അത് പെടുക. അത് പ്രത്യക്ഷ ഭക്തിയോ പ്രകടന ഭക്തിയോ ആയാലും, ഇനി പ്രകർഷേണ ഭക്തി ചെയ്യുന്നവർ പോലും എനിക്ക് അറിവ് നേടണം, ജ്ഞാനം നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് രജോ ഗുണാത്മകമാകും. എനിക്ക് മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അത് രജോ ഗുണാത്മകമാകും. അതേസമയം ഫലേച്ഛ ഇല്ലാതെ ചെയ്താൽ അത് സാത്വിക കർമ്മമാകും. അതാണ് വ്യത്യാസം. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന എല്ലാവിധ കർമ്മങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അത് ഇന്നത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിൽ പോലും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ ആ സാത്വിക കർമ്മമായി പോയിക്കും. അതേസമയം ഫലേച്ഛ ഇല്ലാതെ ചെയ്താലോ സാത്വിക കർമ്മമാകും, ഫലേച്ഛയോടുകൂടി ചെയ്താൽ അത് രജോ ഗുണാത്മകമാകും. അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷിച്ച പൗരുഷം മോഹാദാരഭ്യത കർമ്മ എത്ര താമസമുച്ചതേ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തിന്റെ ഭവിഷ്യത്ത് ഫലത്തെ പറ്റി യാതൊരു ചിന്തയും ഇല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷമോ ഗുണമോ അന്യർക്ക് ഉപദ്രവകരമോ അതോ ഗുണകരമോ എന്ന് ചിന്തിക്കാതെ തന്റെ സാമർഥ്യം കൊണ്ട് എന്ന വസ്തുത ഇവയൊന്നും ആലോചിക്കാതെ മൂഢത്വം കൊണ്ട് ഏതൊരു കർമ്മം അറിയപ്പെടുന്നുവോ ആ കർമ്മം താമസകർമ്മം എന്ന് പറയുന്നു. താമസകർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് പരാജയവും ദുഃഖവും വളരെ വേഗം വന്നുകൂടും. രാജസകർമ്മം ചെയ്യുന്നവർക്ക് ദുഃഖം തന്നെ, അതിന് കുറെ സമയം കഴിഞ്ഞേക്കാം. യഥാർത്ഥമായ ആനന്ദം ലഭിക്കുക സാത്വിക കർമ്മ അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണ് എന്നുകൂടെ ഭഗവാൻ ഇവിടെ ചുരുക്കി പറയുന്നുണ്ടെന്നർത്ഥം. അതായത് താമസകർമ്മം ചെയ്യുന്നവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തിന്റെ ഭവിഷ്യത്ത് ഫലം നന്മയോ തിന്മയോ എന്നൊന്നും വിവേചനം നടത്താതെ കണ്ണുമടച്ച് കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടോ പരസ്യം കണ്ടിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. അവർക്ക് വേണ്ട വീണ്ടും വിചാരമൊന്നുമല്ല. നേതാക്കന്മാർ പറയുന്ന അതേപടി കണ്ണു അടച്ച അണികളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തമോ ഗുണ കർമ്മമായിട്ട് ഭവിക്കും. അതിന്റെ ഭവിഷ്യത്ത് ഫലം വേഗം വന്നുകൂടുകയും ചെയ്യും. അതുകൊണ്ട് ഉണ്ടാകുന്ന നാശം അന്യർക്ക് അത് ഉപദ്രവകരമാകാം. പ്രയോജനകരമാകുന്നത് വളരെ അപൂർവമാണ്. തനിക്കും കൂടെയുള്ളവർക്കും ദോഷം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മത്തിന് വേണ്ട വിധത്തിലുള്ള അറിവുണ്ടാകില്ല. അതുകൊണ്ടാണ് മൂഢത്വം കൊണ്ടെന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. യാതൊരു കർമ്മം ആരംഭിക്കുന്നുവോ ആ കർമ്മം താമസകർമ്മം എന്ന് പറയപ്പെടുന്നു.
അപ്പൊ തമോ ഗുണാത്മകമായ കർമ്മം എന്ന് പറഞ്ഞാൽ ആസുരി സ്വഭാവം ഉള്ളവർ ചെയ്യുന്നവർ, ആത്മനിയന്ത്രണം ഇല്ലാതെ, ദയയില്ലാതെ, ത്യാഗമനസ്ഥിതി ഇല്ലാതെ, വിവേചന ശക്തിയെ ഉപയോഗിക്കാതെ, അതൊക്കെയാണ് മൂഢതം എന്ന് പറയുന്നത്. അപ്പൊ തൻ്റെ ശരീരത്തിലുള്ള ശക്തികളെ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ കണ്ണു അടച്ച് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് ഇവിടെ താമസകർമ്മം എന്ന് പറയുന്നത്. അത് ശരീരത്തെ പോലും കണക്കാക്കില്ല അവർ. തനിക്കുണ്ടാകുന്ന നാശത്തെ പോലും ഭവിഷ്യത്ത് ഫലത്തെ പറ്റി ചിന്തിക്കാതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ താമസകർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് പരാജയവും ജീവിതത്തിൽ അനുനിമിഷം അവർക്ക് പരാജയമായിരിക്കും അനുഭവിക്കുക. അതിന്റെ പരിണതഫലമായിട്ട് ദുഃഖവും വളരെ വേഗം വന്നുകൂടും. പിന്നെ രാജസകർമ്മം ചെയ്യുന്നവർക്ക് ദുഃഖഹേതുക്കളായിട്ട് അത് മാറും. തൽക്കാലം സുഖമൊക്കെ കിട്ടിയാലും പിന്നെ ഭാവിയിൽ അത് ദുഃഖകരമായിട്ട് മാറും. അതിന് കുറച്ച് സമയമെടുത്തേക്കാം. രജോ ഗുണകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഭവിഷ്യത്ത് ഫലം കുറച്ച് താമസമായിട്ട്, അതായത് കുറച്ച് ടൈം എടുത്തായിരിക്കും കിട്ടുക. അതേസമയം സാത്വിക കർമ്മം തമോ ഗുണത്തിന്റെ ഫലം അപ്പോൾ ഉരുളക്കുപ്പേരി പോലെ കിട്ടുന്ന രീതിയാണെന്നർത്ഥം. കലിയുഗമായതുകൊണ്ട് ഇതാണ് കൂടുതൽ കാണുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ദിവസത്തെ മാധ്യമം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വാർത്തകൾ കേട്ടാൽ തന്നെ നമുക്ക് തമോ ഗുണാത്മകമായ കർമ്മത്തിന്റെ ഫലത്തെ പറ്റി അപ്പൊ തന്നെ അറിയാം. ആ നിമിഷങ്ങൾക്കകം പുറത്തു വരും, കാത്തിരിക്കൊന്നും വേണ്ട. അതൊക്കെ മൂഢത്വം കൊണ്ട് ചെയ്യുന്നതാണ്. അബദ്ധം പറ്റുന്നതാണെന്ന് പിന്നീട് തോന്നിയാലും അതിന്റെ പരിണിത ഫലം പരാജയവും ദുഃഖവുമായിരിക്കും. യാഥാർത്ഥ്യമായ ആനന്ദം ലഭിക്കുന്നതാർക്ക് അനായാസന ജീവിതം നയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ സാത്വിക കർമ്മത്തിൽ മുഴുകണം എന്നാണ്. ഈ വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിഗമനത്തിലെത്തേണ്ടതും ദൃഢനിശ്ചയം ചെയ്ത് ത്യാഗമനസ്സയുടെ സാത്വിക ത്യാഗത്തോടുകൂടി, സാത്വിക ജ്ഞാനത്തോടുകൂടി സാത്വിക കർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ അനായാസന ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കൂ. സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ആ അവസ്ഥയെ അല്ലെങ്കിൽ ദുഃഖാവസ്ഥ ഉണ്ടായാൽ പോലും അതിനെ അനായാസേന തരണം ചെയ്യാൻ സാധിക്കും. അതിന് സാത്വിക ത്യാഗമനസ്ഥിതി ഉണ്ടാകണം, സാത്വിക ജ്ഞാനം നേടണം, സാത്വിക കർമ്മം ചെയ്യണം. മുക്തസംഗോൻ അഹംവാദം ധൃതുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോ നിർവികാര കർത്ത സ്വാത്വികമുച്ചതേ. ഇനി ഭഗവാൻ പറയുന്നത്, ആസക്തി ഉപേക്ഷിച്ചവനും അഹംഭാവം ഇല്ലാത്തവനും ഫലാസക്തിയോ കർത്തൃത്വാഭിമാനമോ ഇല്ലാത്തവൻ, ധൈര്യത്തോടും ഉത്സാഹത്തോടും കൂടിയവനും വിജയപരാജയങ്ങളിൽ തുല്യഭാവം പുലർത്തുന്നവനും ആയ കർത്താവ് കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നവൻ സാത്വികൻ അത്രേ. ഇനി സാത്വികൻ ആരാണ്, താമസനാരാണ്, രാജസനാരാണെന്ന് നമ്മുടെ വ്യക്തിത്വ ഭാവത്തിൽ സ്വഭാവത്തെ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഭഗവാൻ ഇതും പറഞ്ഞതും കൂടി മനസ്സിലാക്കിയാൽ നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മമാണ് ചെയ്യുന്നതെന്നും, നമുക്ക് ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് ഉള്ളതെന്നും, നമുക്ക് ഏത് തരത്തിലുള്ള ത്യാഗമനസ്ഥിതിയാണ് ഉള്ളതെന്നും ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമ്മൾ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു വിഷമവുമില്ല. അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഭഗവാൻ ഇവിടെ മോക്ഷസന്യാസ യോഗത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തണം, അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് പല പ്രാവശ്യം ഞാൻ പറയുന്നത്, ഈ മോക്ഷസന്യാസ യോഗത്തിൽ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചാൽ നമ്മുടെ സ്വഭാവം ഏത് വകുപ്പിലാണ് ഇപ്പോഴുള്ളത് എന്ന് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ സാധിക്കൂ. നമുക്ക് മോക്ഷസന്യാസ യോഗത്തിലേക്ക് ഇല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ജീവമുക്ത ഭാവത്തിൽ ദുഃഖങ്ങളില്ലാതെ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ, ഇതിൽ ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ തീരുമാനമെടുത്ത് ത്യാഗമനസ്സോടെ നടപ്പാക്കണം. അത് നടപ്പാക്കണമെങ്കിൽ സാത്വിക ജ്ഞാനമാണ് ഭഗവാൻ പറയുന്നത്. ആ സാത്വിക ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യമായ സാത്വിക ത്യാഗമനസ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ അവൻ സാത്വികനായിട്ട് മാറും. ഇതാണ് സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തേണ്ട രീതിയാണ് ഇവിടെ മോക്ഷ സന്യാസത്തിൽ ഭഗവാൻ പ്രധാനമായിട്ട് പറയുന്നത് എന്നർത്ഥം. അപ്പൊ മുക്തസംഗോൻ അഹംവാദി ധൃതുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോ നിർവികാര കർത്ത സാത്വികമുച്ചതേ. അപ്പം ഇത്തരത്തിൽ സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സാത്വിക ജ്ഞാനത്തോടെ സാത്വിക ത്യാഗമനസ്സോടുകൂടി ആര് പ്രവർത്തിക്കുന്ന അവൻ സാത്വികൻ എന്ന പേരിൽ അറിയപ്പെടും. അവന് ആസക്തി ഉപേക്ഷിച്ചവനായിരിക്കും, അഹംഭാവമില്ലാത്തവനായിരിക്കും, ഫലാസക്തിയോ ജ്ഞാനെന്ന ഭാവമോ ഇല്ലാതെ പ്രവർത്തിക്കുന്നവനായിരിക്കും. അവൻ വളരെ ധൈര്യവും ഉത്സാഹശാലിയുമായിരിക്കും. അവൻ വിജയപരാജയങ്ങളിൽ തുല്യഭാവം നിലനിർത്തുന്നതിനും ആയ കർത്താവ് സാത്വികനായിരിക്കും. അപ്പം നമ്മൾ സാത്വികനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് ഈ തരത്തിലുള്ള സ്വഭാവം ഉണ്ടോ എന്ന് ചിന്തിക്കുക.
അപ്പൊ യഥാർത്ഥത്തിൽ സാത്വിക ഭാവം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് പോകുന്ന വ്യക്തി ഏതൊരു കർമ്മം ഏത് സമയത്തും എപ്പോഴും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആളാണ് ഇവിടെ കർമ്മത്തിൽ ഉത്സുകത കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഇതെന്റെ ജോലിയല്ല, ഇത് മറ്റവന്റെ ജോലിയാ, ഇത് ഞാൻ മാത്രമേ, എന്റെ ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊക്കെ മനുഷ്യന്റെ സ്വഭാവം രജോ ഗുണാത്മകമാണ്. അപ്പൊ അത് സാത്വികതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് ജോലിയും എവിടെയായാലും ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവനായിരിക്കാം. അതിനുള്ള അറിവും അവൻ സാത്വിക ജ്ഞാനവും നേടിയിട്ടുണ്ടാവും. അവന് സാത്വിക ത്യാഗ മനസ്ഥിതി ഉണ്ടായിരിക്കും. ശരീരത്തെ പോലും മറന്നിട്ട്, ശരീരത്തെ പോലും ക്ലേശങ്ങൾ ഉണ്ടായാൽ പോലും അതുപോലും മറന്നിട്ട് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവനായിരിക്കും. അതിൽ നിന്ന് സുഖവും ആനന്ദവും അനുഭവിക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണ് അവന് പ്രത്യക്ഷമായിട്ട് ഫലേച്ഛയോ തൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്ന രീതിയും ഉണ്ടാകില്ല. അപ്പൊ സാത്വിക സ്വഭാവം എന്താണെന്ന് ഇതിൽ നിന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. രാഗി കർമ്മ ഫലപ്രോസു ലബ്ധോ ഹിംസാത്മക ശുചിയും ഹർഷശോകാന്യത കർത്ത രാജസ പരികീർത്തിത. ആസക്തിയുള്ളവനും കർമ്മഫലത്തിൽ ഇച്ഛയുള്ളവനും കിട്ടുന്നതിൽ തൃപ്തിയില്ലാതെ പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നവനും പരോ ഉപദ്രവിയും ശുദ്ധി ഇല്ലാത്തവനും സന്തോഷ സന്താപങ്ങളോട് കൂടിയവനുമായ കർത്താവ് രാജസനായിരിക്കുന്നു. ഇത് തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവം, രജോ ഗുണാത്മകമാണ്. അപ്പം ആസക്തിയുള്ളവനായിരിക്കും, കർമ്മഫലത്തിൽ ഇച്ഛയുള്ളവരായിരിക്കും, കിട്ടുന്നതിൽ തൃപ്തിയില്ലാതെ പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നവരായിരിക്കും, താൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിരിക്കും, ശുദ്ധിയില്ലാത്തവരും സന്തോഷ സന്താപങ്ങളോട് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ളവരുമായുള്ള കർത്താവ് രാജസനായിരിക്കും. അപ്പം മനുഷ്യരെല്ലാവരും രജോ ഗുണാത്മകമായ സ്വഭാവത്തോടുകൂടി രാജസ സ്വഭാവത്തോടു കൂടി വർത്തിക്കുന്നവനാണ്. അപ്പൊ രാജസൻ എന്ന കർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെ എന്നർത്ഥം. അപ്പം ഫലേച്ഛ ഉണ്ടായിരിക്കും, കിട്ടുന്നതിൽ ഒരിക്കലും എത്ര കിട്ടിയാലും തൃപ്തി വരില്ല. മറ്റുള്ളവർക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ തനിക്കും വേണമെന്നുള്ള ആഗ്രഹിക്കുന്നതായിരിക്കും. ഒരു കുട്ടികൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഒരു കുട്ടി എടുക്കുന്ന അതേ കളിപ്പാട്ടം മറ്റൊരാൾക്കും വേണം തോന്നും. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും വാശി പിടിക്കും. അപ്പം അതിന് പിടിച്ചു പറിക്കലും മറ്റേയാളെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും വാങ്ങുന്ന. അപ്പൊ കുട്ടികളായിട്ടിരിക്കുന്നവരിൽ പോലും നമുക്ക് ഈ രജോ ഗുണാത്മകമായ സ്വഭാവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇത് മനുഷ്യന്റെ പൊതുവേ ഉള്ള സ്വഭാവം രജോ ഗുണാത്മകമാണ്. അതാണ് ദുഃഖഹേതുക്കളായിട്ട് ജീവിതത്തിൽ എന്നും പരിഭ്രാന്തിയും ദുഃഖവും ഓട്ടവും പാച്ചിലും ആയിട്ട് മനുഷ്യർ നടക്കുന്നതൊക്കെ. അയുക്ത പ്രാകൃത സപ്ത ഷഡോ നൈഷ്കിതഗോലസ വിഷാദീം ദീർഘസൂത്രീം ച കർത്താ താമസമുച്ചതേ. അസ്ഥിരചിത്തനും മനസ്സടക്കമില്ലാത്തവനും സംസ്കാരശൂന്യവും വിനയമില്ലാത്തവനും സത്യസ്ഥിതി മറച്ചു വെക്കുന്നവനും അന്യന്റെ ഉപജീവന മാർഗത്തെ പോലും മുടക്കുന്നവനും മടിയനും വിഷാദശീലനും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുന്നതുമായ കർത്താവ് താമസൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ തമോ ഗുണാത്മകമായ സ്വഭാവമുള്ളവരുടെ കർമ്മത്തിന്റെ രീതി, അവരുടെ ജ്ഞാനത്തിന്റെ അവസ്ഥ, ഇതൊക്കെ ഇവിടെ ഭഗവാൻ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പറയുന്നു. അവർ അസ്ഥിരചിത്തനായിരിക്കും, ഒരിക്കലും മനസ്സിനെ അടക്കിക്കൊണ്ട് ടെൻഷനിലായിരിക്കും എപ്പോഴും തമോ ഗുണാത്മകമായ സ്വഭാവമുള്ളത്. സംസ്കാരശൂന്യനും വിനയമില്ലാത്തവനും സത്യസ്ഥിതി മറച്ചു വെക്കുന്നവനും അന്യന്റെ ഉപജീവന മാർഗത്തെ പോലും തടസ്സപ്പെടുത്തുന്നവനായിരിക്കും. സ്വയം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവനായിരിക്കും. വിഷാദശീലനായിരിക്കും. ചെയ്യേണ്ടത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ തന്നെ വേണ്ട സമയത്ത് ചെയ്യാത്തവനായിരിക്കും. ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള കർത്താവ് തമോ ഗുണാത്മകമാണ്. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഈ രജോ ഗുണാത്മകവും ഇല്ലേ രാജസന്മാരും താമസന്മാരുമാണ് കൂടുതൽ എന്നർത്ഥം. ഇനി ഭക്തിഭാവത്തിൽ പോലും യഥാർത്ഥ സാത്വിക ഭാവത്തെ ഇല്ലേ സാത്വികരാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ സാത്വികരല്ല. അതനുസരിച്ചല്ല പ്രവർത്തിക്കുക. അവിടെ പോലും ഈ തമോ ഗുണം രജോ ഗുണം ആയിരിക്കും ഭക്തിഭാവത്തിലോ. ഭക്തി ഇല്ലാത്ത കാരുടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെയില്ല. ഭക്തി ഉള്ളവരുടെ കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഭക്തി ഉള്ളവർ പോലും ഈ മൂന്ന് തരത്തിൽ സ്വഭാവം കാണിക്കുന്നവരുണ്ട് എന്നർത്ഥം. അപ്പൊ ഭക്തിയിൽ യഥാർത്ഥ ഭക്തരെന്ന് പറഞ്ഞാൽ സാത്വിക സ്വഭാവമുള്ള, സാത്വിക ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് സാത്വിക ത്യാഗമനസ്സോടുകൂടി സാത്വിക കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ സാത്വികൻ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥ ഭക്തനാണോ? ഇവിടെ ഭക്തി ഉള്ളവരുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഭക്തി ഇല്ലാത്തവരുടെ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നില്ല ഭഗവാൻ.
അവരാസുരി ഭാവത്തിൽ എന്തൊക്കെ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതിന് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പൊ ഭക്തി എന്ന് പറയുന്ന ഈ ചതുർവിധാ ഭജന്തേ മാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭക്തരിൽ തന്നെ 3 വിധ ഭക്തിയെ പറ്റി ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഈ രജോ ഗുണാത്മക രാജസ സ്വഭാവമുള്ളവനോ രജോ ഗുണാത്മക സ്വഭാവമുള്ളവൻ, ഇല്ലെങ്കിൽ സാത്വിക സ്വഭാവമുള്ളവൻ, താമസ സ്വഭാവമുള്ളവൻ തന്നെ ഭക്തിയിൽ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. അത് ദുഃഖം വരുന്ന ഭജിക്കുന്നവരായിക്കോട്ടെ, അർത്ഥലാഭത്തിന് വേണ്ടി ഭജിക്കുന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വര തത്വത്തെ അറിയാത്തവരായിക്കോട്ടെ. ഈ 3 കൂട്ടരെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ആത്മനിയന്ത്രണം ഇല്ലാതെയോ ത്യാഗമനസ്യോ ദയയില്ലാതെയൊക്കെ ഭക്തിഭാവത്തിൽ വർത്തിച്ചാൽ പോലും അത് താമസനാണെന്നർത്ഥം. അപ്പൊ നമ്മളിൽ തന്നെ ഭക്തിഭാവത്തിൽ പോലും പ്രകടമാകുന്ന സ്വഭാവം രജോ ഗുണാത്മകമോ ഇല്ലെങ്കിൽ തമോ ഗുണാത്മകവുമായിരിക്കും. യഥാർത്ഥ സാത്വിക ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനം തന്നെ ലഭിക്കൂ. അവർക്കേ കുറച്ചെങ്കിലും ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ സ്വഭാവത്തിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ വ്യത്യാസവും അനുഭവിച്ചറിയുമ്പോഴാണ് മനസ്സിലാക്കുക. ശാശ്വതമായ ശാന്തിയും സുഖവും നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ യഥാർത്ഥ ഭക്തിയുടെ യഥാർത്ഥ ഫലം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നാൽ ശൂചിതുമർഹസി. ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് നാമരൂപങ്ങളിലുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ, സാത്വിക ഭാവത്തിലാണ് അവരൊക്കെ വർത്തിക്കുന്നതെങ്കിൽ, സ്വാത്വികനാണ് എങ്കിൽ അവർക്ക് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. ഒറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിർഭയത്വത്തോടുകൂടി 26 ഗുണങ്ങളോടുകൂടി അവന് ജീവിതം നയിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ വേരിയേഷൻ. അതുകൊണ്ട് സ്വഭാവത്തിലുള്ള വ്യത്യാസത്തെ ഇതുവരെയുള്ള 17 അധ്യായങ്ങളിൽ ഭഗവാൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ നമ്മൾ ഒന്നോടെ സംഗ്രഹിച്ച് ഭഗവാൻ പറയുന്നതിനെ ഒന്ന് ഗ്രഹിക്കാൻ എളുപ്പമാണ്. ഇതുവരെ പഠിച്ചിട്ടുള്ള ഗീത ശരിക്കും പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇനിയിപ്പോ ഈ ഭഗവന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ഗുണത്രയൊക്കെ പറയുന്ന കാലം അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന സത്വരജ തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ സ്വഭാവം. അപ്പൊ നമ്മളുടെ ഈ നിലവിലെ സ്വഭാവം എന്താണെന്ന്, സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് തിരിച്ചറിയണം. നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അറിവുണ്ടെങ്കിൽ അത് സാത്വികമായിട്ടുള്ള അറിവാണോ, രാജോ ഗുണാത്മകമായ അറിവാണോ, അതോ താമോ ഗുണാത്മകമായ അറിവാണോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കാറ്റഗറി ചെയ്ത് സ്വയം ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ കർമ്മവാസനകളും നമ്മുടെ സ്വഭാവത്തിന് അടിസ്ഥാനമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ വേർതിരിച്ച് അനലൈസ് ചെയ്താൽ നമ്മൾ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയണം. പൊതുവെ രജസും തമസും ആയിരിക്കും നമ്മളിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ അധികാരം സ്ഥാപിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും, നമ്മൾ ഏതെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നതും തമോ ഗുണാത്മകമോ രജോ ഗുണാത്മകമായിരിക്കും. ചില കാര്യങ്ങളിൽ രജോ ഗുണാത്മകമായിരിക്കും അധികാരം, ചില കാര്യങ്ങളിലൊക്കെ തമോ ഗുണാത്മകമായിരിക്കും. ഇത് രണ്ടായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പ്രവർത്തിക്കുക. ഇനി സാത്വികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠതകൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അതിലേക്ക് രജസിനെയും തമസിനെയും ജയിക്കണം. എന്നാൽ അതിനെയൊക്കെ വേണ്ട സമയത്തിൽ ഉപയോഗിക്കണം വേണം. അതാണ് ഇവിടെ ഗുണത്തെ ഗുണാതീതനാകാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്രകൃതിയിൽ തന്നെ ഒരു ദിവസം 3 ഗുണഭാവങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ സാത്വിക സമയത്ത് എഴുന്നേൽക്കുകയും സാത്വിക കർമ്മങ്ങൾ ചെയ്യുകയും സാത്വിക ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്താൽ സാത്വിക സ്വഭാവം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ജനിച്ചിരിക്കുന്ന രജോ ഗുണാത്മകമോ തമോ ഗുണാത്മകമോ സ്വഭാവം കൊണ്ടാണെങ്കിലും അതിൽ ഭഗവാൻ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ സ്വഭാവം സാത്വികമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് ഇവിടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്വഭാവം വെറുതെ ഗീത പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം ഇപ്പോഴെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ വ്യത്യാസങ്ങളെ, ത്രിവിധ ഭേദങ്ങളെ ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ ഇപ്പൊ എന്താണ് ഉള്ളതെന്നും നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും സ്വഭാവവും ഏതു തരത്തിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പരിവർത്തനം വരുത്താൻ നമുക്ക് സാധിക്കണം. എന്നാലേ ഈ ഗീത പഠിക്കുന്നതിന്റെ പ്രയോജനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബുദ്ധി ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ബുദ്ധിയെ പറ്റിയും ധൈര്യത്തെ പറ്റിയും. ഏത് കർമ്മം ചെയ്യുന്നതിനും അതിന് മറ്റാരെയും ആശ്രയിക്കാതെ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം വേണം, നിർഭയത്വം വേണം. ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ട്. ആ ബുദ്ധി വേണം. ദൃഢനിശ്ചയങ്ങൾ, ഏത് തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതുപോലും
നമ്മളത് അനുസരിക്കണം, അനുഷ്ഠിക്കണം, അനുകരിക്കണമെങ്കിൽ പോലും നമ്മുടെ ബുദ്ധി ദൃഢനിശ്ചയം ചെയ്ത് അത് അനുസരിക്കാൻ തയ്യാറാകണം എന്നർത്ഥം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും, ഏത് കാര്യങ്ങളും, ഒരു കുട്ടിയോട് എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കാനുള്ള ചേതന ബുദ്ധിയാണ് എടുക്കുക, തീരുമാനമെടുക്കുക. അത് ചെയ്യാനുള്ള ധൈര്യത്തോടു കൂടി എഴുന്നേക്കുക എന്ന് പറയുന്നത് അവന്റെ കേപ്പബിലിറ്റിയാണ്, നിർഭയത്വം. അപ്പൊ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരാൾ പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിലും, അത് ഭഗവാൻ പറഞ്ഞതായിക്കോട്ടെ, മറ്റു വ്യക്തികളായിക്കോട്ടെ, ഗുരുക്കന്മാരായിക്കോട്ടെ, മാർഗദർശനം ചെല്ലുമ്പോൾ എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോഴത്തേനും എഴുന്നേൽക്കണം എന്ന തീരുമാനമെടുക്കുന്നത് അവരവരുടെ ബുദ്ധിയാണ്. ആ എഴുന്നേൽക്കാനുള്ള ധൈര്യം, ചാടി എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു ചേതന, അത് ധൈര്യം എന്ന് പറയും. അതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ഇനി ബുദ്ധിയുടെയും ധൃതിയുടെയും ഭേദത്തെ പറയാണ്. എന്താണ് സാത്വിക ബുദ്ധി, എന്താണ് സാത്വിക ധൈര്യം, എന്താണ് സാത്വിക രാജസ ബുദ്ധി, എന്താണ് രാജസ ധൈര്യം, എന്താണ് താമസ ബുദ്ധി, എന്താണ് താമസ ധൈര്യം. ഇതിന്റെ ഗുണഭേദത്തെയാണ് ഇനി ഭഗവാൻ ചർച്ച ചെയ്യുന്നത്. ബുദ്ധിർഭേദം ഹൃദയസൈവ ഗുണത ശ്രീകൃതം ശൃണു പ്രോച്യമാൻ അശേഷേണ പൃഥഗ്ധേനു ധനഞ്ജയ. അല്ലയോ അർജുന, ബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും സത്വാദി ഗുണങ്ങൾ അനുസരിച്ചുള്ള 3 വിധ ഭേദത്തെ ഞാൻ പൂർണ്ണമായിട്ടും വേറെ വേറെ ആയിട്ടും ഞാൻ പറയാം, കേട്ടാലും. അപ്പം ബുദ്ധിയുടെ ത്രിവിധ ഭേദത്തെയും അതോടൊപ്പം തന്നെ ധൈര്യത്തിന്റെ ത്രിവിധ ഭേദത്തെയും പറയാം. അത് വേറെ വേറെ പറഞ്ഞു തരാം. ബുദ്ധി എന്താണ്? 3 വിധമുള്ള ബുദ്ധി, 3 വിധമുള്ള ധൈര്യം. കാരണം ദൃഢനിശ്ചയം ചെയ്ത് അത് പ്രവർത്തിക്കാനുള്ള ധൈര്യം, ഈ ബുദ്ധിയും അതിന്റെ ധൈര്യവും രണ്ടും കോർഡിനേറ്റ് ചെയ്താൽ നിൽക്കുക. ഒരേ നാണയത്തിന്റെ 2 വശ. ബുദ്ധിയുള്ളവർക്ക് അത് പ്രവർത്തിതമാക്കാനുള്ള ധൈര്യവും ഉണ്ടാകണം. അപ്പൊ അതിന്റെ ഭേദത്തെ മനസ്സിലാക്കണമെങ്കിൽ വേറെ വേറെ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അത് ആണ് ഇനി പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ബുദ്ധിയുടെ ഭേദത്തെ പറ്റിയും ധൈര്യത്തിന്റെ ഭേദത്തെ പറ്റിയും അടുത്ത ദിവസത്തെ ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭോ സത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.